ഓക്കെ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്വറി പ്രോസസ്സിങ്ങിനാണ്. ക്വറി പ്രോസസ്സിങ്ങിൻ്റെ അകത്തുള്ള മെഷേഴ്സ് ഓഫ് ക്വറി കോസ്റ്റ് പിന്നെ ക്വറി പ്രോസസ്സിങ്ങിൻ്റെ ഓവർവ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽഗോരിതം ഫോർ ഇവാലുവേറ്റിംഗ് റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് സെലക്ഷൻ ഓപ്പറേഷൻ. സെലക്ഷൻ ഓപ്പറേഷനിൽ തന്നെ ഫയൽ സ്കാൻ. ദെൻ ഫയൽ സ്കാൻ മീൻസ് എന്നാൽ ഓരോ ഫയലും ആ ഫയൽ ഓരോ റെക്കോർഡ്സും നമ്മൾ 1 by 1 ആയിട്ട് സ്കാൻ ചെയ്യുക. ഫയൽ സ്കാൻ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഫയൽ സ്കാൻ, അതായത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫയൽ സ്കാൻ. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഓർ പ്രോസ് ഈസ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ഫയൽ regardless of its ordering, availability of indices, nature of selection operators, etc. That is, this file scan can be applied to any file and there is no matter of its ordering or its availability of indices or the nature of selection operator. That doesn't considered. Okay, so ഇതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ഫയലിൽ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഫയൽ സ്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദിസ് ഡിസഡ്വാൻറ്റേജസ് ഓർ കോൺസ്? ഇറ്റ് ഈസ് വെരി സ്ലോ. ദെൻ ഫസ്റ്റ് algorithm, that is algorithm 1A1, that is linear search. Scan each file block and test all records to see whether they satisfy the selection condition. ഇവിടെ നമ്മൾ ലീനിയർ സെർച്ചിൽ എന്ത് ചെയ്യുന്നു? ഓരോ ഫയൽ ബ്ലോക്കും നമ്മൾ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. സോ ഓരോ ഫയൽ ബ്ലോക്കിലും ഓരോ റെക്കോർഡിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സെലക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ ലീനിയർ സെർച്ചിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൽഗോരിതം 1ൽ ചെയ്യുന്നത്. ദെൻ here BR denotes the number of blocks containing records from relation R. BR എന്ന് പറയുന്നത് റെക്കോർഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലോക്ക് എന്ന് BR എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റ് എസ്റ്റിമേഷൻ, അതായത് ലീനിയർ സെർച്ചിൻ്റെ അല്ലെങ്കിൽ അൽഗോരിതം 1ൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് BR ബ്ലോക്ക് ട്രാൻസ്ഫേഴ്സ്. BR മീൻസ് ദ നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടെയ്നിങ് റെക്കോർഡ്സ് ഫ്രം റിലേഷൻ R പ്ലസ് 1 seek, that is equal to TS. TS already know. TS is the time for 1 seek plus BR. BR is the number of blocks containing records from relation R into TT. TT is the time to transfer one block. Or block transfer in time and TT. BR into TT. Okay. Then എന്തുകൊണ്ടാണ് നമ്മളിവിടെ സീക്ക് 1 ആയിട്ട് എടുക്കുന്നത്? അതായത് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് നമ്മളെ ബ്ലോക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്തതിനുള്ള നമ്മളുടെ സ്റ്റോർ ചെയ്തതിനുള്ളതാണ് നമ്മളുടെ അസ്യൂം ചെയ്തത്. സോ അതുകൊണ്ടാണ് നമ്മൾ സീക്ക് 1 ആയിട്ട് എടുത്തത്. സോ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ ഫയൽസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട സെർച്ച് ചെയ്യേണ്ട ആവശ്യം കുറവാണ്, അല്ലേ? ലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ സീക്ക് 1 ആയിട്ട് ഇവിടെ എടുത്തത്. ഓക്കെ, എന്താണ് സീക്ക് ടൈം എന്ന് ഓൾറെഡി അറിയാമല്ലോ ഞങ്ങൾക്ക്. ഓക്കെ, സീക്ക് ടൈം മീൻസ് നമുക്ക് വേണ്ടുന്ന ലൊക്കേഷൻ, അതായത് നമുക്ക് വേണ്ടുന്ന ഐറ്റം ഏത് ലൊക്കേഷനിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം, ഐഡൻറ്റിഫൈ ചെയ്യാൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം. ഓക്കെ, ഇവിടെ സീക്ക് ടൈം നമ്മൾ എന്ത് ചെയ്യും? 1 ആയിട്ട് എടുത്ത്. ഇഫ് സെലക്ഷൻ ഈസ് ഓൺ കീ ആട്രിബ്യൂട്ട്, സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഓൺ ഫൈൻഡിങ് റെക്കോർഡ് ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, സോ സെലക്ഷൻ ഈസ് ഓൺ കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ ദെൻ അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? കോസ്റ്റ് ഈസ് ഈക്വൽ ടു BR by 2 ബ്ലോക്ക് ട്രാൻസ്ഫേഴ്സ് പ്ലസ് 1 seek ആയിരിക്കും. BR by 2 ബ്ലോക്ക് ട്രാൻസ്ഫേഴ്സ് ബൈ പ്ലസ് 1 seek, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? TS പ്ലസ് BR എന്താവും? നമ്മൾ ഈ ഫസ്റ്റ്, അതായത് ലീനിയർ സെർച്ചിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? TS പ്ലസ് BR ആണ്. ഇവിടെ BR എന്നാൽ BR by 2 ആവും ഇൻറ്റു TT ആവും. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് വരുന്ന കോസ്റ്റ്, അൽഗോരിതം 1ൽ വരുന്ന കോസ്റ്റ്. ദെൻ സെലക്ഷൻ യൂസിങ് ഇൻഡിസസ്. ഇൻഡിസസ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. ഇൻഡെക്സ് സ്കാൻ, സെർച്ച് അൽഗോരിതം ദാറ്റ് യൂസ് ആൻ ഇൻഡെക്സ്. ഇവിടെ സെർച്ച് അൽഗോരിതം ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെലക്ഷൻ കണ്ടീഷൻ മസ്റ്റ് ബി ഓൺ സെർച്ച് കീ ഓഫ് ഇൻഡെക്സ്. സെലക്ഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സിലെ സെർച്ച് കീ ആണ്. HI എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് B+3. B+3നെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനില്ല, മീൻസ് നിങ്ങളെ സിലബസിൽ പഠിക്കാനില്ല. ഓക്കെ, സോ HI എന്ന് പറയുന്നത് B+3ൻ്റെ ഹൈറ്റ് ആണ്. ദെൻ
algorithm 2 or A2. Primary index, equality on key. എന്താ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത്? പ്രൈമറി ഇൻഡെക്സ് എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓർഡേർഡ് ഡാറ്റ ഫയലായിരിക്കും. സോ പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിലേക്ക്? പ്രൈമറി കീൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡെക്സിനെ നമ്മൾ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ അൽഗോരിതം 2 എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡെക്സിൻ്റെയും ദെൻ ഇക്വാലിറ്റി ഓൺ കീനെയും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, പ്രൈമറി ഇൻഡെക്സ് പറയുന്നത് പ്രൈമറി കീനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് പ്രൈമറി ഇൻഡെക്സ്. സോ ഈ പ്രൈമറി ഇൻഡെക്സ് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഒരു ഓർഡർ ഡാറ്റ ഫയലിലേക്കോ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇക്വാലിറ്റി ഓൺ കീ. എന്താ ഇക്വാലിറ്റി ഓൺ? എന്താ ഇത് മീൻ ചെയ്ത് നോക്കാം. ഇറ്റ് റിട്രീവ്, അതായത് നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറി ഇൻഡെക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ അല്ലേ? സോ നമ്മളവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കൂലേ, ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യില്ലേ, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഏതിൻ്റെ അകത്തായിരിക്കും? നമ്മളെ പ്രൈമറി കീയിലായിരിക്കും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, it retrieves a single record that satisfies the corresponding equality condition. Yes, here the primary index equality on a key, we use index. നമ്മളുടെ പ്രൈമറി ഇൻഡെക്സ് യൂസ് ചെയ്യും. പ്രൈമറി ഇൻഡെക്സ് മീൻസ് അവിടെ സെർച്ച് കീ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈമറി കീ ആയിരിക്കും. So we use index to retrieve a single record that satisfies an equality condition for making selections. Equality comparison is performed on key attribute. Equality on key means നമ്മൾ ആ ഇക്വാലിറ്റി കണ്ടീഷൻ പെർഫോം ചെയ്യുന്നത് ഒരു കീ ആട്രിബ്യൂട്ടിലായിരിക്കും അല്ലേ? സോ നമ്മളൊരു കീ ആട്രിബ്യൂട്ടിലാണ് നമ്മളൊരു ഇക്വാലിറ്റി കണ്ടീഷൻ മീൻസ് അത് നമ്മൾ ഈ കീ ആട്രിബ്യൂട്ടിനോട് ഈക്വൽ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പ്രൈമറി കീ ആട്രിബ്യൂട്ടിനോടാണ് നമ്മൾ ഈ ഇക്വാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അല്ലേ? സോ ഒരു പ്രൈമറി കീ ആട്രിബ്യൂട്ടിനോട് ഒരു ഇക്വാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തായാലും ഒറ്റൊരു റെക്കോർഡല്ലേ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുമല്ലോ. കാരണം എന്നാ, ഏതൊരു ടേബിൾ എടുത്താൽ അതിൻ്റെ അകത്ത് ഒരു പ്രൈമറി കീ ഉണ്ടാവുള്ളൂ അല്ലേ? പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന റെക്കോർഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് തന്നെ ഒരു യുണീക്ക്, ഒരു സിംഗിൾ റെക്കോർഡാണ്. എന്തുകൊണ്ടാണ് സിംഗിൾ റെക്കോർഡ് കിട്ടുന്നത്? അവിടെ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഇൻഡെക്സ് ആണ്. പ്രൈമറി ഇൻഡെക്സ് മീൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രൈമറി കീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ദെൻ ഇക്വാലിറ്റി, നമുക്ക് ആ ഒരു ഇൻഡെക്സ് കൊടുത്തു അല്ലേ? ആ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? എവിടെയാണ് നമ്മുടെ ഫയൽ എന്ന് ഇതാക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യല്ലേ, ഒരു ഇക്വാലിറ്റി കണ്ടീഷൻ, നമ്മൾ ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തും അല്ലേ? മീൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിട്ട് ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തും. ബട്ട് ഇവിടെ ഇക്വാലിറ്റി കമ്പാരിസൺ ചെയ്യുന്നത് ഒരു പ്രൈമറി കീയിലാണ്. നമ്മൾ ഈക്വൽ ഇപ്പോൾ നമ്മളിപ്പോൾ സാലറി ആണെങ്കിൽ അല്ലെങ്കിൽ സാലറി ഈക്വൽ ടു 1000 വരുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കൂലേ? ഒരു ഇക്വാലിറ്റി കമ്പാരിസൺ അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ എന്താണ് 1000 എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സാലറി ഒരിക്കലും നമ്മൾ പ്രൈമറി കീ അല്ല. ബട്ട് നമ്മളിപ്പോൾ ഐ ഡി ഈക്വൽ ടു ഒരു ഇക്വാലിറ്റി കമ്പാരിസൺ ഐ ഡി ഈക്വൽ ടു 10. അപ്പം ഒരു ടേബിളിൽ 10 ഐ ഡിയിൽ ഒറ്റൊരു റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ ഒരിക്കലും. അതായത് ഐ ഡി എന്ന് പറഞ്ഞൊരു പ്രൈമറി കീ ആണെങ്കിൽ, പ്രൈമറി കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യുണീക്കായിട്ട് ഒന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സോ നമുക്ക് ആ ഐ ഡി 10 വരുന്ന ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്താ പ്രൈമറി ഇൻഡെക്സ് ഇക്വാലിറ്റി ഓൺ കീ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒരു സിംഗിൾ റെക്കോർഡേ കിട്ടുള്ളൂ, റിട്രീവ് ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തുന്നത് ഒരു പ്രൈമറി കീയിലാണ്. സോ നമുക്ക് ഒരു സിംഗിൾ ആട്രിബ്യൂട്ടേ അല്ല സിംഗിൾ റെക്കോർഡേ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്രൈമറി ഇൻഡെക്സ് മീൻസ് അറിയില്ലേ? അതായത് ഇൻഡെക്സ് എന്തിനെ ബേസ് ആയിട്ടേക്കും? പ്രൈമറി കീനെ ബേസ് ആയിട്ടേക്കും. ദെൻ ആ പ്രൈമറി കീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സ് ചെയ്തു. ദെൻ അവിടെ നമ്മളൊരു ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തും, ഏത് റെക്കോർഡ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട്. ഇക്വാലിറ്റി കമ്പാരിസൺ മീൻസ് നമ്മളിപ്പം സാലറി ഈക്വൽ ടു അങ്ങനെ കൊടുക്കൂല, അതാണ് ഇക്വാലിറ്റി കമ്പാരിസൺ. അല്ലെങ്കിൽ ഐ ഡി ഈക്വൽ ടു എന്നിട്ട് കൊടുക്കൂലേ? സോ ആ ഇക്വാലിറ്റി കമ്പാരിസൺ ചെയ്യുന്ന ഏതിനോടാണ്? ഒരു പ്രൈമറി കീനോടാണ്. ഓക്കെ, സോ അതാണ് A2 പറയുന്നത്. ദെൻ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ HI + 1 ഇൻറ്റു ബ്രാക്കറ്റ് അഗെയിൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു TT + TS. HI is the height of B + tree. HI is the height of B + tree. Then TT യും TS ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. TT means time to transfer one block. TS means time for one seek. Okay. Then അടുത്ത algorithm, that is A3 algorithm. Primary index means index primary index ആണ്. That is index is based on primary key. Index is created on the base of primary key. അങ്ങനെയുള്ള ഇൻഡെക്സ് നമ്മൾ primary index എന്ന് പറയുന്നത്.
ദെൻ അവിടെ പക്ഷേ ഇക്വാലിറ്റി കമ്പാരിസൺ ഏതിനോടാണ് നടക്കുന്നത്? ഒരു നോൺ കീ ആട്രിബ്യൂട്ടിനോടാണ് ഇക്വാലിറ്റി കമ്പാരിസൺ നടക്കുന്നത്. സോ ഒരു നോൺ കീ ആട്രിബ്യൂട്ടിനോടാണ് നമ്മളൊരു ഇക്വാലിറ്റി കമ്പാരിസൺ. നമ്മൾ കീ ആട്രിബ്യൂട്ടിനോടാണ് ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തുന്നതാണ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, ID = 10. അതാണ് നമുക്ക് കൊടുക്കുന്ന ആ ഇക്വാലിറ്റി കമ്പാരിസൺ. സോ ID 10, ID എന്ന് പറഞ്ഞൊരു പ്രൈമറി കീ ആണെങ്കിൽ ID 10 ഒറ്റ ഒരു റെക്കോർഡല്ലേ ഉണ്ടാവുമല്ലോ. കാരണം ഒരിക്കലും ഒരു പ്രൈമറി കീ ഒന്നിലധികം ഒരു ടേബിളും ഉണ്ടാവില്ല അല്ലേ. അടുത്തത് നമ്മൾ ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തുന്നത് ഒരു നോൺ കീ ആട്രിബ്യൂട്ടാണ്. സോ ഫോർ എക്സാമ്പിൾ സാലറി = 1000. അതൊരു സാലറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പിന്നെ പ്രൈമറി കീ ആയിട്ടൊന്നും എടുക്കില്ല അല്ലേ. സാലറി ഇപ്പം ഒന്നിലധികം പേർ കുറേ സാലറി ഒക്കെ ഉണ്ടാവാം. സോ അവിടെ ഇക്വാലിറ്റി കമ്പാരിസൺ ആണ് നോൺ കീ ആട്രിബ്യൂട്ടിനോടാണ്. സോ ഒരു നോൺ കീ ആട്രിബ്യൂട്ടിനോടാണ് ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ റെക്കോർഡ്സ് റിട്രീവ് ചെയ്യും. ഈ ഒരു അൽഗോരിതം മൾട്ടിപ്പിൾ റെക്കോർഡ്സ് റിട്രീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. റിട്രീവ് ചെയ്യും അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഉള്ളത് പ്രൈമറി ഇൻഡെക്സ് തന്നെയാണ്. ദെൻ ഇക്വാലിറ്റി കമ്പാരിസൺ നടത്തുന്നത് നോൺ കീനോടാണ്. സോ അവിടെ ഇറ്റ് റിട്രീവ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. Then let B = number of blocks containing matching records. B എന്ന് പറയുന്നത് number of blocks അല്ലെങ്കിൽ matching records contain ചെയ്യുന്ന number of blocks ആണ് B. Then records will be on consecutive blocks. Records consecutive blocks-ലായിരിക്കും ഉണ്ടാവുക. Then cost എന്ന് പറയുന്നത് HI into TT plus TS plus TS plus TT into B. ഇതാണ് കോസ്റ്റ്. Then selections using indices ൻ്റെ തന്നെ algorithm 4, that is secondary index, equality on key. Secondary index means secondary, that is index is created based on other than primary key. Primary key നോടല്ലാണ്ട് വേറെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പം കാൻഡിഡേറ്റ് കീ ഒക്കെ ആവാം കേട്ടോ. ദെൻ സെക്കൻഡറി ഇൻഡെക്സ് ഇക്വാലിറ്റി ഓൺ സെക്കൻഡറി ഇൻഡെക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ഇൻഡെക്സ് മീൻസ് ആ പ്രൈമറി കീനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല അതിൻ്റെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് കാൻഡിഡേറ്റ് കീനെ ബേസ് ചെയ്തിട്ട് ആവാം. ഓക്കെ, ദെൻ ഇക്വാലിറ്റി ഓൺ കീ. ബട്ട് അവിടെ ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്നത് എന്താണ്? കീ ആട്രിബ്യൂട്ടിനോട് തന്നെയാണ്. സെക്കൻഡറി ഇൻഡെക്സ് അവിടെ യൂസ് ചെയ്യുന്നെങ്കിലും ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഒരു കീ ആട്രിബ്യൂട്ടിനോടാണ്. സെക്കൻഡറി ഇൻഡെക്സ് മീൻസ് അതിൻ്റെ സെർച്ച് കീ എന്ന് പറയുന്നത് എന്താവണമെന്നില്ല, പ്രൈമറി കീ അല്ല വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട് ആയിരിക്കും അല്ലേ. സോ ബട്ട് അവിടെ ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്നത് പ്രൈമറി കീനോടാണ്. സോ പ്രൈമറി കീനോ അല്ലെങ്കിൽ പ്രൈമറി കീ ആട്രിബ്യൂട്ടിനോടാണ് ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്ക് അത്ര ഒരു റെക്കോർഡ് മാത്രമേ റിട്രീവ് ചെയ്യുള്ളൂ. ദാറ്റ്സ് ഷുവർ. ഓക്കെ, സോ ഇത് എനോട് ഈക്വൽ ആയിരിക്കും, A2 എന്ന അൽഗോരിതത്തിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് പ്രൈമറി ഇൻഡെക്സ് ഇക്വാലിറ്റി ഓൺ കീനോട് ഈക്വലൻ്റ് ആയിരിക്കും. സോ കോസ്റ്റ് എന്താണ്? കോസ്റ്റും നമ്മളെ A2ൻ്റെ ഈക്വൽ ആയിരിക്കും. A2ൻ്റെ അതിലെ കോസ്റ്റ് എന്താ? കോസ്റ്റ് = HI + 1 × TT + TS. സെയിം കോസ്റ്റിലേക്ക് ഇവിടെ. സോ കോസ്റ്റ് എന്ന് പറയുന്നത് അൽഗോരിതം 2ൻ്റെ കോസ്റ്റിനോട് സെയിം ഈക്വൽ ആയിരിക്കും. ദെൻ സെക്കൻഡ് അൽഗോരിതം 4. അൽഗോരിതം 4 നെക്സ്റ്റ് സെക്കൻഡറി ഇൻഡെക്സ് ഇക്വാലിറ്റി ഓൺ നോൺ കീ. സെക്കൻഡറി ഇൻഡെക്സ് ആണ്, ബട്ട് ഇവിടെ ഇക്വാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഒരു നോൺ കീ ആട്രിബ്യൂട്ടിനോടാണ്. നോൺ കീ ആട്രിബ്യൂട്ടിനോട് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ അതിന് മാച്ച് ചെയ്യുന്ന ഒന്നിലധികം റെക്കോർഡ്സ് ഉണ്ടാവാം. ഓക്കെ, സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? H1 + N × TT + TS. Each N matching records may be on a different block. Yes, ഈ പറയുന്ന ഓരോ N മാച്ചിങ്ങും ചിലപ്പം ഡിഫറെൻറ്റ് ബ്ലോക്സ് എന്നായിരിക്കാം. സോ അതിൻ്റെ കോസ്റ്റ് = HI + N × TT + TN. ഇതെന്ന് പറയുന്നത് അതായത് ഈ ഒരു അൽഗോരിതം ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആൻഡ് ക്യാൻ ബി വേഴ്സ് ദാൻ ഫയൽ സ്കാൻ. ഫയൽ സ്കാനെക്കാട്ടി വേഴ്സ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് ഈ അൽഗോരിതം. സെക്കൻഡറി ഇൻഡെക്സ് ഇക്വാലിറ്റി ഓൺ നോൺ കീ എന്ന് പറഞ്ഞ അൽഗോരിതം വേഴ്സ്റ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ദെൻ സെലക്ഷൻ ഇൻവോൾവിങ് കമ്പാരിസൺ ഇൻവോൾവ് ചെയ്യുന്ന സെലക്ഷൻസ്. ക്യാൻ ഇംപ്ലിമെൻറ്റ് സെലക്ഷൻസ് ഓൺ ദ ഫോം. യെസ്, ഇത് ഏത് സെലക്ഷൻ മീൻസ് ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റ് on selections of the form select, that is sigma a less than or equal to v, that is a എന്ന ഒരു ആട്രിബ്യൂട്ട്. സെലക്ട് എനി ടപ്പിൾസ്, സിഗ്മ എന്ന് പറയുന്ന ഒരു ടപ്പിൾസിന് സെലക്ട് ചെയ്യണം. അതൊക്കെ നമുക്കറിയാലേ, റിലേഷൻ ആൾജിബ്രയിൽ ഓൾറെഡി പഠിച്ചാൽ. സോ എ ഇസ് എൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ, അതായത്
ആട്രിബ്യൂട്ട് മീൻസ് ഇപ്പോൾ സാലറി ആൻഡ് സാലറി ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സം വാല്യൂ അല്ലെ, ഒരു വാല്യൂ വി എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓഫ് ആർ ഈസ് എ ടേബിൾ, ഏത് ടേബിളിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ആ ടേബിൾ. ഓർ സിഗ്മ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആട്രിബ്യൂട്ട്, അതായത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ ബൈ യൂസിങ്, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ലീനിയർ ഫയൽ സ്കാൻ യൂസ് ചെയ്യാം. ഓർ ബൈ യൂസിങ് ഇൻഡിസസ് ഇൻ ദ ഫോളോയിങ്, ഒന്നിക്കൽ ലീനിയർ ഫയൽ സ്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിസസ് യൂസ് ചെയ്യാം. എങ്ങനെ ഇൻഡിസസിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ A5 അൽഗോരിതം 5 എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡെക്സ് കമ്പാരിസൺ. പ്രൈമറി ഇൻഡെക്സ് മീൻസ് ഇൻഡെക്സ് ഇസ് ജനറേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് പ്രൈമറി കീ. ദെൻ കമ്പാരിസൺ, ഇവിടെ കമ്പാരിസൺ ചെയ്ത് എങ്ങനെയാണ്, ഫോർ സിഗ്മ എ എന്ന് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ഓഫ് ആർ. യൂസ് ഇൻഡെക്സ് ടു ഫൈൻഡ് ഫസ്റ്റ് ടാപ്പിൾ. യെസ്, ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടാപ്പിൾ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് വാല്യൂ. അതായത് ഏത് ടാപ്പ്, ഇപ്പോൾ സാലറി ഗ്രേറ്റർ ദാൻ സം വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സാലറി, അതായത് ആ വാല്യൂ നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂവിനെക്കാട്ടും ഗ്രേറ്റർ ആയ സാലറീൻ്റെ ആ ടപ്പിൾ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ദെൻ എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ സീക്വൻഷ്യലി സ്കാൻ ചെയ്യും, അവിടെ നോട്ടിട്ട് സീക്വൻഷ്യലി സ്കാൻ ചെയ്യും. ഓക്കെ, ബി ഈസ് ദ നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടെയ്നിങ് മാച്ചിങ് റെക്കോർഡ്സ്. ഇപ്പം ബി ആണ് മാച്ചിങ് റെക്കോർഡിലെ നമ്പർ ഓഫ് ബ്ലോക്സ് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ എനോട് ഈക്വലൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച A3നോട് ഈക്വലൻ്റ് ആയിരിക്കും അതിൻ്റെ കോസ്റ്റ്. ദാറ്റ് ഈസ് HI പ്ലസ് ഇൻറ്റു TT പ്ലസ് TS പ്ലസ് TS പ്ലസ് TT ഇൻറ്റു B. ഫോർ A ലെസ് ദാൻ ഓർ സിഗ്മ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു V. അങ്ങനത്തെ കണ്ടീഷനാണെങ്കിൽ, ദാറ്റ് ഈസ് A എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, ഇപ്പോൾ സാലറി അതായത് ഒരു ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സാലറി എടുത്തിട്ട് അതൊരു 10,000 കൊടുക്കാട്ട് ലെസ് ആണെന്ന് കേൾക്ക്. അങ്ങനെയാണ് വി ജസ്റ്റ് സ്കാൻ റിലേഷണലി ടിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട്. അതായത് എത്ര വരെ നമ്മൾ സ്കാൻ ചെയ്യാം, ഇവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂനെക്കാട്ടി ലെസ് ആണെന്ന് വരിക. സോ നമ്മൾ എത്ര വരെ സ്കാൻ ചെയ്യും, ഫസ്റ്റ് ആ പെർട്ടിക്കുലർ വാല്യൂനെക്കാട്ടി ഗ്രേറ്റർ ആകുന്ന ഫസ്റ്റ് ആട്രിബ്യൂട്ട് വരെ നമ്മൾ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ അതാണ് മീൻസ് അത് എത്തിയാൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട്, അതായത് ആ പെർട്ടിക്കുലർ വാല്യൂനെക്കാട്ടി ഗ്രേറ്റർ ആയ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എത്തിയാൽ പിന്നെ നമ്മൾ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതവിടെ കഴിഞ്ഞു. അത്ര വരെ നമുക്ക് വേണ്ടുന്ന ഇൻഡെക്സ് അല്ലേ ഉണ്ടാവുള്ളൂ. വി ഡു നോട്ട് യൂസ് ഇൻഡെക്സ്, ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ സം മീൻസ് ഒരു ഇപ്പോൾ സാലറി എന്ന് പറയുന്നത് ലെസ് ദാൻ സം വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ വാല്യൂനെക്കാട്ടും ഗ്രേറ്റർ ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്കാൻ ചെയ്താൽ മതി അല്ലേ. സോ അതിന് ശേഷം എന്തായാലും നമ്മൾ അത് നമുക്ക് വേണ്ട വാല്യൂസ് ഉണ്ടാവില്ല. ഗ്രേറ്റർ ആവുന്ന വരെ സ്കാൻ ചെയ്യുക, അതവിടെ നിർത്തുക. അവിടെ നമ്മൾ ഇൻഡെക്സസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് ആ ഒരു വാല്യൂനെക്കാട്ടും ഗ്രേറ്റർ ആണെന്ന് പറയുന്നത് എന്താണ്, അവിടെ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ടപ്പ്, അതായത് ഗ്രേറ്റർ ദാൻ ആ വാല്യൂനെക്കാട്ടിയും ഗ്രേറ്റർ ആയ ഫസ്റ്റ് ടപ്പ് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ സീക്വൻഷ്യലി സ്കാൻ, അതിന് ശേഷമുള്ളതെല്ലാം നമുക്ക് വേണമെന്ന് ആയിരിക്കാം. സോ അതിന് ശേഷമുള്ള എന്ത് ചെയ്യും, സീക്വൻഷ്യലി സ്കാൻ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് A6 സെക്കൻഡറി ഇൻഡെക്സ് കമ്പാരിസൺ. സെക്കൻഡറി ഇൻഡെക്സ്, ഇവിടെ പ്രൈമറി ഇൻഡെക്സ്, ദെൻ അടുത്ത സെക്കൻഡറി ഇൻഡെക്സ്. ഫോർ സിഗ്മ A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V, അതായത് ആട്രിബ്യൂട്ട് A എന്ന് പറയുന്നത് വിനെക്കാട്ടിയും ഗ്രേറ്റർ ആണ് ഈക്വൽ ആണ്. യൂസ് ഇൻഡെക്സ് ടു ഫൈൻഡ് ഫസ്റ്റ് ഇൻഡെക്സ് എൻട്രി. സെയിം ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട്, അതായത് A എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് സാലറി ആണെന്ന് വിചാരിക്കുക. സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, യൂസ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എൻട്രി, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഫസ്റ്റ് എൻട്രി, അതായത് സാലറീൻ്റെ ഫസ്റ്റ് എൻട്രി ഏത് എൻട്രിയിലാണോ ഫസ്റ്റ് ആ വാല്യൂനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഫസ്റ്റ് എൻട്രി നമ്മൾ കണ്ടുപിടിക്കും. ആ ഒരു ടേബിളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കും. ഇപ്പം സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000 നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ ടപ്പിൾ ഏത് ടപ്പിളിൻ്റെയാണോ ഫസ്റ്റ് എന്ന ടപ്പിൾ, അതായത് സാലറി 1000നെക്കാട്ടും ഗ്രേറ്റർ ആയ ഫസ്റ്റ് ടപ്പിളിനെ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, സീക്വൻഷ്യലി സ്കാൻ ചെയ്യും. ഫസ്റ്റ് ടപ്പിൾ, അതായത് ആ സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ഉള്ള ഫസ്റ്റ് ടപ്പിളിനെ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സീക്വൻഷ്യലി സ്കാൻ ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. സെയിം മറ്റൊക്കെ ചെയ്ത പോലെ തന്നെ. കാരണം നമുക്ക് ഏത് ടപ്പിൾ തൊട്ടിട്ട് ഏത് ടപ്പിളാണ് ഫസ്റ്റ് പിന്നെ സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000 വരുന്നത് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ താഴെയുള്ളത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1000 ആയിരിക്കും അല്ലേ. സോ അതിനെ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി അല്ലേ. സോ ഇതെന്തായിരിക്കും, ഓർഡേർഡ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫോർ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു V,
ദാറ്റ് ഈസ് എ എന്ന ആട്രിബ്യൂട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എ എന്ന് പറയുന്നത് ഒരു സാലറി ആണെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണെന്ന് വിചാരിക്കും. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്കാൻ ചെയ്യും എത്ര വരെ, ടിൽ നമ്മളെ ഫസ്റ്റ് എൻട്രി, അതായത് സാലറി, ഇപ്പോൾ സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണെങ്കിൽ, നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണെങ്കിൽ, സോ സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 വരെ, അല്ല സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 വരെ നമ്മൾ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാലാണ് നിർത്തും, സീക്വൻഷ്യലി സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാലാണ് നമുക്ക് അതിന് ശേഷം നമ്മൾ പോകണ്ട. അതായത് നമുക്ക് വേണ്ടുന്നതെന്ന് സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 വേണ്ടുന്നത്. സോ നമ്മൾ സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 വരെ നമ്മൾ നോക്കും. അതവിടെ സ്റ്റോപ്പ്, അത്ര വരെ സ്കാൻ ചെയ്തിട്ട് നമ്മളെ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഉണ്ടാവില്ല, നമുക്ക് വേണ്ടുന്ന കണ്ടീഷൻ ലെസ് ദാൻ 10,000. സോ ഫസ്റ്റ് സാലറി ഗ്രേറ്റ്, അതായത് ഫസ്റ്റ് ടപ്പിൾ ഏതാണ്, ഏത് ടപ്പിളാണ് ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ 10,000 വരുന്നത്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതിന് തൊട്ട് മുന്നത്തെ വരെ നമുക്ക് വേണ്ടുന്നത് ഉണ്ടാവില്ല, വേണ്ടുന്ന റെക്കോർഡ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇൻ ഐദർ കേസസ് റിട്രീവ് റെക്കോർഡ്സ് ദാറ്റ് ആർ പോയിൻറ്റഡ് ടു, ഏത് റെക്കോർഡിലാണ് പോയിന്റ് ചെയ്യുന്നത് അതിനെ റിട്രീവ് ചെയ്യും. ഓക്കെ, റിക്വയർ ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർ ഈച്ച്, ഓരോ റെക്കോർഡിനും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് വേണം. ഇതിൻ്റെ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A4, അൽഗോരിതം 4നോട് ഇക്വലൻ്റ് ആണ് കോസ്റ്റ് ഇക്വേഷൻ. ദെൻ ദാറ്റ് ഈസ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു HI plus N into TT plus TS. ലീനിയർ ഫയൽ സ്കാൻ മേ ബി ചീപ്പർ. യെസ്, ഇവിടെ ലീനിയർ ഫയൽ സ്കാൻ ആയിരിക്കും ചീപ്പർ. സോ ഇത്രയ്ക്ക് സെലക്ഷൻ ഓപ്പറേഷനെ പറ്റിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ സോർട്ടിങ് വരുന്നത്. ഓക്കെ, സോർട്ടിങ് ഓപ്പറേഷൻ വരുന്നത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സോർട്ടിങ്ങും ജോയിൻ ഓപ്പറേഷൻസാണ് പഠിക്കേണ്ടത്. അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.